ஏறெடுத்து பார்த்து அம்மா நீரெடுத்து ஊத்து, சீரெடுத்து வாரை அம்மா சேர்த்து என்னை சேர்த்து, முத்தயம் படிக்கும் முத்திரை கவிக்கு நிச்சயம் பதில் சொல்லணும் மயில். மாங்குயிலே பூங்குயிலே சேதி ஒண்ணு கேளு, உன்ன மாலையிட தேடி வரும் நாள் எந்த நாள். சேதி ஒண்ணு கேளு. കരകാട്ടക്കാരാ, അടിപൊളിയായിരുന്നടാ, സൂപ്പർ. താങ്ക് യു. ഏറ്റവും അടിപൊളി നിന്റെ ഡാൻസ് ആയിരുന്നു. ഇതെന്തായിരുന്നു ഇവിടെ ഒരു സ്റ്റെപ്പ്, എക്സ്ട്രാ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അയ്യോ അതെന്ത് മോനെ തലയിൽ അത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു നിനക്ക്? അത് തലയിൽ വെച്ചിട്ട് താഴേക്ക് ആക്കുമ്പോ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ മ്യൂസിക് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇടാം, എന്നിട്ട് അത് പാർവതി അത് തലയിൽ വെച്ചിട്ട് ഡാൻസ് ചെയ്യട്ടെ. ശരത് സാറ് തുടങ്ങി വെച്ച് ഷാനിക്ക കണ്ടിന്യൂ ചെയ്യണം അല്ലേ? എന്ത് പറയുന്നത്? കണ്ടോ ഇത് തല വെക്കാൻ പറ്റില്ല. റബ്ബർ ഉണ്ടല്ലോ. ഇല്ല ഇല്ല ചേച്ചി, നീ ഇങ്ങനെ തലയിൽ വെച്ച് അത് പിടിച്ചോണ്ട് ഡാൻസ് ചെയ്യട്ടെ. നീ ബാലൻസ് ചെയ്യാൻ പറ്റുമോ നോക്ക്. അതാണ് ഡെഡിക്കേഷൻ. നീ എന്റെ കൂടെ കളിക്കോ? റെഡി? 1 2 3 4. നെക്സ്റ്റ് സ്റ്റെപ്പ്. കളിക്കടാ. സൂപ്പർ ചേച്ചി. നമ്മൾ എന്തും ചെയ്യുമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് പാർക്കുട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായി ബെന്നി ചേച്ചി. ഗൗതം എന്തോ ഗൗതം നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. അല്ല ഗൗതത്തിന് എന്താണ് ഇത് തലേ വയ്ക്കണോ വേണ്ടയോ എന്താണെന്നൊരു ഭയങ്കര ഡൗട്ട്. ഇടയ്ക്ക് ഇങ്ങനെ പഠിക്കും, കളിക്കണം, എന്നിട്ട് താഴെ വയ്ക്കും. വെയിറ്റ് ആയതുകൊണ്ടാണോ താഴെ വെച്ചേ? അതാണ്ട് പാർവതി ഭയങ്കര സൂപ്പർ ആയിട്ട് ആടിയല്ലോ. അതല്ല, അതിങ്ങനെ വെക്കാൻ കുറച്ച് പണിയാ. ഡ്രസ് ഇത്രയില്ലോ. അത് വെച്ചാൽ ഡ്രസ്സിന്റെ അടിയിലൊന്നും ഇട്ടിട്ടില്ലേ? പിന്നെന്താ ഡാൻസ് കളിക്കുമ്പോ ഡ്രസ് പോയാൽ തടയാനൊന്നും ഇല്ലാന്ന് പറയുന്ന പോലെയാണ്. അല്ല ഡ്രസ്സിന്റെ അടിയിൽ പാന്റ് ഉണ്ടല്ലോ, ധോത്തി ഉണ്ടല്ലോ, അതിന്റെ അടിയിലും വേറെ ഉണ്ട്. പിന്നെന്താ? പക്ഷെ മൈക്ക് വരെ ഡാൻസ് കളിച്ചു. എന്താണേലും നന്നായിരുന്നു. ഇത് നല്ലൊരു സെലക്ഷൻ. ഇത് ഗംഗേമരൻ സാർ എപ്പോഴും പറയും, പണ്ടിയും ഗംഗേമരൻ സാറ് ആരാന്നറിയാവുള്ളൂ, ഇളയരാജ സാറിന്റെ അനിയനാണ്, ബ്രദറാണ്. ഇവർ രണ്ടുപേരും അവരുടെ നാട്ടിലെ ഈ ഫോക്ക് മ്യൂസിക്സിനെ കുറിച്ച് ഒരുപാട് ഫോക്ക് മ്യൂസിക്കിന്റെ എന്താ പറയുക, ഒരു അതോറിറ്റി എന്ന് പറയാം ഇളയരാജ സാറും ഗംഗേമരൻ സാറും. അങ്ങനെ ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടി അവരൊരുപാട് ഈ കൊച്ചുനാളിലെ തൊട്ടുള്ള ഫോക്ക് മ്യൂസിക് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ കമ്പോസ് ചെയ്തതാണ് ഈ മാങ്കുയിലെ പൂങ്കുയിലെ എന്നുള്ള പാട്ട്. മോനെ ഇത് പാടുമ്പോ ഒരു ജോഷ് വേണം പാടുമ്പോ. മാങ്കുയിലെ തേങ്കുയിലെ ഒരു ഭയങ്കര ഒരു ആനന്ദം, നമുക്ക് കേൾക്കുന്നവർക്കും ഒരു സന്തോഷം വരുന്ന രീതിയിൽ കുറച്ചുകൂടെ മോനൊരു സന്തോഷമാവായിരുന്നു എന്ന് എനിക്ക് തോന്നി. മനസ്സിലായില്ലേ? അതുപോലെ എനിക്ക് പലയിടത്തിലും പ്രത്യേകിച്ച് ലാസ്റ്റ് ചരണം എല്ലാം കുറച്ച് ശ്രുതി അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയിരുന്നു. പക്ഷെ എനിക്ക് മെയിനായിട്ട് തോന്നിയത് ഈ ഫോക്ക് മ്യൂസിക് പാടുമ്പോൾ വേണ്ട ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജി കുറച്ചുകൂടെ ആകാമായിരുന്നു. കാരണം മോൻ അതെന്താണെങ്കിലും താഴെ വെച്ചിട്ടല്ലേ പാടിയത്. അപ്പൊ അതാകാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ എനിക്ക് തോന്നിയത് ചില വേർഡ്സ് എല്ലാം കുറച്ചുകൂടി നമ്മളൊന്ന് കടിച്ചു പിടിച്ച് കുറച്ചുകൂടെ പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു നമ്മുടെ ആ എനർജി ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചുകൂടെ നന്നാവും. മാങ്കുയിലെ പൂങ്കുയിലെ എങ്ങനെ നമ്മൾ ചില പാട്ട് ഞാൻ പറയണ ഇങ്ങനത്തെ പാട്ടുകൾ അല്ലാതെ മോൻ നന്നായി പാടി. വിദ്യാസാഗർ സാറ് ഇതുപോലത്തെ പാട്ട് വേണം. ഇപ്പൊ പ്രൊഡ്യൂസർ പലരും പറയൂലേ ആ സിനിമയിലെ പോലെ പാട്ട് വേണം, ഇങ്ങനെ വേണം. അപ്പൊ ചന്ദ്രമുഖിയില് അത്തിന്തോം തിന്തയും തോം തന തിന്തോം തകതിന്തോം തിന്തയും തോം തന തിന്തോം
അത്തിന്തോം തിന്തിയും തോം ധന തിന്ത ധനന്തോം തകതിന്തോം തിന്തയും തോം ധന തിന്ത ധനന്തോം. അങ്ങനൊരു പാട്ട് അദ്ദേഹം മറക്കൂടയാൽ മുഖം മറയ്ക്കും മാനല്ല. ഈ രീതിയിൽ കുറെ ഉണ്ടല്ലേ. അതൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രൂവ് ആണ്. അല്ല, ഇത് ഞാനിപ്പോ പറഞ്ഞ വിദ്യാജി ഇൻസ്പയർ ചെയ്ത് പാടിയ ഒരു, അപ്പോ അങ്ങനെ ഒരു ഇത് ചെയ്തിരുന്നു എന്ന് പറയത്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ഗൗതം, എന്താ സാർ? എത്ര കട്ട കുറച്ചു? ഹാഫ്. പക്ഷെ ഇതാണ്, ഈ വോയിസ് മാറുന്ന സ്റ്റേജ് ആയതുകൊണ്ട് ഹാഫാണ് കുറയ്ക്കണമെങ്കിലും ഒരു 2 ഫുൾ നോട്ടൊക്കെ കുറച്ച പോലെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അത് ഗൗതമിന്റെ പ്രശ്നമല്ല കേട്ടോ, അത് വോയിസ് മാറുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഈ ചേച്ചി പറഞ്ഞ ഈ ഫോക്ക് മ്യൂസിക്, നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ ഒക്കെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫോക്ക് മ്യൂസിക് ആണ്. ഏത് പാട്ട് എടുക്കുകയാണെങ്കിലും വെസ്റ്റ് തൊട്ട് ഈസ്റ്റ് വരെ, നോർത്ത് തൊട്ട് സൗത്ത് വരെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഫോക്ക് സോങ് ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന എല്ലാ മ്യൂസിക്കും ജനിച്ചത്. അടിത്തറ എന്ന് പറയുന്നത് ഈ നമ്മുടെ എല്ലാവരുടെയും ഫോക്ക് മ്യൂസിക്കാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ എനർജി ആവാമായിരുന്നു എന്ന് എനിക്കും തോന്നി. കാരണം ഇത് അങ്ങനെയുള്ളൊരു സ്വിങ് ഉള്ളൊരു പാട്ടാണ് അല്ലേ. നമ്മൾ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ആടണം, ഇങ്ങനെ സ്വേ ചെയ്ത് ഇങ്ങനെ പോകണം. അപ്പം ആ പാട്ടിലേക്ക് ഗൗതം വേണം നമ്മളെ പിടിച്ചോണ്ട് പോവാൻ. അപ്പം അതിന് കുറച്ചുകൂടെ എനർജി ആവാം, കുറച്ചുകൂടെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള രീതികളാവാമെന്ന് എനിക്ക് തോന്നി. ഇത് മൊത്തത്തിൽ അത് എടുത്ത് തലയിൽ വെക്കുന്നു, അപ്പോഴും ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെയാണ്, മൊത്തം കൺഫ്യൂഷനാണ്. എന്നിട്ട് പിന്നെ ഒന്ന് വെച്ച് നോക്കാം, എന്നിട്ട് വെച്ച് നോക്കിയിട്ടൊന്ന് ആടിയിട്ട് ഓയ് വേണ്ട എന്ന് പറഞ്ഞ് താഴെ വെക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ബീജി ആകുമ്പോ ഒന്ന് വെച്ച് നോക്കിയാലോ, അങ്ങനെ വെക്കുന്നു, നോക്കുന്നു, വേണ്ട. അതായിരുന്നു മൂഡ്. അപ്പം നമ്മൾക്ക് കുറച്ചുകൂടെ പാട്ടിലേക്കൊന്ന് ഇറങ്ങണം എന്ന് എനിക്ക് തോന്നി. മൊത്തത്തിലൊരു ഞാൻ ഈ സാധനം കൊണ്ട് അൺകംഫർട്ടബിൾ ആണ് എന്നാണ് മുഖത്ത് എഴുതി വെച്ചിരിക്കണേ. അത് അങ്ങനെ മാത്രം ഒരു ഫീൽ. ഓഫ് കോഴ്സ് മൈക്ക് കൊണ്ടുള്ള കണ്ടക്ടിങ് പരിപാടിയൊക്കെ കുഴപ്പമില്ലാണ്, അതൊക്കെ രസമുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഈ വോയിസ് മാറുന്നതിന്റെ അതുകൊണ്ട് നമുക്കിങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റും. എനിക്ക് അവസാനത്തെ ലാസ്റ്റ് പല്ലവി തുടങ്ങുന്നുണ്ട്, മാങ്കുയിലെ ഒരു പ്ലാൻ പാടിയില്ലേ, അത് കുറച്ച് നന്നായിട്ടൊന്ന് ഇളകി പോയിട്ടുണ്ട്. ബാക്കി എവറിത്തിങ് ഇസ് ഓക്കെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ നന്നായിട്ട് പാടി ഗൗതം. താങ്ക് യു സാർ. ശബ്ദം അടപ്പം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ലല്ലോ. ഇത് മോൻ എന്തിനാ സ്കെയിൽ കുറച്ചത്? അത് സെലക്ട് ചെയ്യുമ്പം കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. സെലക്ട് ചെയ്യുമ്പം ഇതിന്റെ ഒറിജിനൽ ചേട്ടാ എത്രയാണ്? ഒന്ന് ബി തരാവോ? ചുമ്മാ ഒന്ന് പാടി നോക്കാം നമുക്ക്. ഇനി ഇതിപ്പോ നിന്റെ തോന്നലാണോ? നമുക്കിപ്പോ വോയിസ് മാറിക്കൊണ്ടിരിക്കാന്നറിയാം. നമുക്ക് ബിയിലൊന്ന് പാടി നോക്കാം. ഞാനൊരു പിച്ച് കയറ്റി ചുമ്മാ അത് പാടിക്കേ. മാങ്കുയിലെ പൂങ്കുയിലെ சேதியொன்னு கேளு ഒണ്ണമാലയിട തേടി വരൂ നാള്. മൈക്ക് എങ്ങനെ പിടിക്കണ്ട? ഒണ്ണമാലയിട തേടി വരൂ നാള് എന്ത നാള് മാങ്കുയിൽ. ഇതിലെ ഏറ്റവും ടോപ്പ് പോർഷൻ എവിടെയാ പോകുന്ന മോനെ? തൊട്ട് തൊട്ട് വിളക്കി വച്ച വെങ്കലത്ത് ചെമ്പ്. അത് ആക്ച്വലി ഇത് നന്നായിട്ടുണ്ട്. ഇതിൽ പാടുമ്പോ എന്തൊരു ഡിഫറൻസ് ഉണ്ട്. അത് അവിടെ എത്തിയിട്ട് അവൻ ആ നോട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അത് ശ്രമിക്കുന്നുമില്ല. അത് ഓ നല്ല ഒച്ചത്തിൽ തുറന്നൊന്ന് അടിച്ച് പാടിക്കേ. തൊട്ട് 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 വിളക്കി വച്ച വെങ്കലത്ത് ചെമ്പ്. അത് തൊട്ടടുത്ത് തലയിൽ വച്ച പൊങ്കുതടി ചെമ്പ്. பட்டெடுத்து உடுத்தி வந்த பாண்டியாரு தேரு இப்போ கிட்ட வந்து கிளறுதடி என்ன பாடு ஜோரு. കണ്ണുക്കഴകാ പൊണ്ണു ചിരിച്ചാ പൊണ്ണു മനസ്സ തൊട്ട് പറി. ഇനി നമുക്ക് ആ ഒരു ജി മോൻ പാടിയത് ഏതിലായിരുന്നു? ജി ഷാർപ്പ്. അനി ആ ജി ഷാർപ്പിൽ ഈ സെയിം ലൈൻ ഒന്ന് പാടിക്കേ. തൊട്ട് തൊട്ട് വിളക്കി. ആ ഇമ്പാക്ട് പോയത് കണ്ടാ? ഇതാണ് ഇന്ന് സംഭവിക്കുന്നത്. അതായത് മോനൊരു ചിന്തയുണ്ട്, എനിക്കത് പറ്റുന്നില്ല, ആ പിച്ച് എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. മോനെ നമ്മൾ വോയിസ് മാറുമ്പം ട്രൈ ചെയ്യണം, ഇത് പറ്റും. ഇതിപ്പോ ആദ്യം പാടിയത് ഒറിജിനൽ സ്കെയിലിന്റെ ഒരു സ്കെയിൽ ഞാൻ കൂട്ടി, അതായത് എ നേരെ ബിയിലോട്ടാക്കി. എ ഷാർപ്പ് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അതെ,
അപ്പോൾ കുറേയൊക്കെ മോൻ്റെ തോന്നലുകളാണ്, എനിക്ക് പറ്റുന്നില്ല, പിച്ച് എത്തുന്നില്ല, ട്രൈ ചെയ്യണം. ഇതൊക്കെ മാർക്കിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാട്ടോ ഗൗതം. പറ്റുന്ന കാര്യം പറ്റുന്നില്ല എന്ന് വിചാരിച്ചാണ് ഗൗതം സ്കെയിൽ കുറയ്ക്കുന്നു. ഇതിപ്പം ഗൗതം പാടിയതിനേക്കാൾ എത്ര സ്കെയിൽ കൂട്ടി, 3 സ്കെയിൽ എന്തോ അല്ല, ലൈക്ക് ജി ഷാർപ്പ് നമ്മൾ എ ഷാർപ്പ് ബി 3 സെമി ടോൺ കൂട്ടി നമ്മൾ. ഈ പാട്ടൊക്കെ പഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പിച്ചിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പം തൊട്ട് തൊട്ട് എത്ര കിടന്ന് പ്രഷറൈസ് ചെയ്താലും എനിക്ക് ആ ഇമ്പാക്ട് ആ റേഞ്ചിൽ നമ്മൾ പാടിയാലേ പറ്റൂ. അപ്പോൾ അതാണ് ഇന്ന് ഏറ്റവും എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ പിച്ച് മേ ബി നമുക്കിപ്പോൾ ഒറിജിനൽ ഓക്കെ അതായിരിക്കാം, മേ ബി 2 സ്കെയിൽ കൂട്ടിയാലും കുഴപ്പമില്ല. ഇതിപ്പം ഋത്തമാണല്ലോ, ഇതിൻ്റെ ഋത്തം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പാട്ട്. അപ്പോൾ അതിപ്പോൾ സ്കെയിൽ കുറച്ച് കൂട്ടിയാലും ആ പാട്ടിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം. കാരണം മോൻ്റെ ഇപ്പോൾ വോയിസ് ഒരു സ്റ്റേജിലിരിക്കുകയാണ്. ആ സ്റ്റേജ് കഴിയുന്നത് വരെ നമുക്ക് പറ്റിയ പാട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വൈസായിട്ട് ചൂസ് ചെയ്യണം. പിന്നെ നമ്മൾ എടുത്ത പാട്ട് നമ്മൾ ഏതൊക്കെ സ്കെയിലിൽ പാടിയ വർക്കാവും എന്ന് നോക്കണം, കൂട്ടി നോക്കണം. അല്ലെങ്കിൽ ബേസിൽ പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന പാട്ടെടുത്തിട്ട് വരണം. എനിവേ പിന്നെ മൈക്ക് പ്ലേസ്മെന്റ് മോശം, ഇപ്പോഴും മോൻ അതങ്ങോട്ട് വർക്കായിട്ടില്ല. അത് കറക്റ്റ് നമ്മൾ പിടിക്കണം. കറക്റ്റ് ആ മൈക്ക് എവിടെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് വന്നോട്ടെ, മഴ പെയ്താലും മൈക്ക് കറക്റ്റ് സ്ഥലത്തിരിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. മാർക്സ് വെക്കാം. ഓക്കെ. ഷാനിക്ക യെസ് മാർക്ക് 8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ സെയിം 8 മാർക്സ്. ചേച്ചി 8 മാർക്സ്. 8. താങ്ക് യു മാം. 24 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്.